ഹലോ. അശുതോഷ് ഗവാരിക്കർ സംവിധാനം ചെയ്ത് 2004 ഷാരൂഖ് ഖാൻ നായകനായിട്ട് ഇറങ്ങിയ സിനിമയാണ് സ്വദേശ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അത്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എക്കാലത്തെയും ഒരു ബോളിവുഡിൽ നിന്നുള്ള ഒരു കൾട്ട് ക്ലാസിക് സിനിമ തന്നെയാണ് സ്വദേശ്. ഉത്തർപ്രദേശിലെ ഒരു ചെറിയൊരു ഗ്രാമവും അവിടുത്തെ മനുഷ്യരുടെ ജീവിത രീതികളും ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളും താഴേക്കിടയിലുള്ള മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും എല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാം. അമേരിക്കയിലെ ഒരു വലിയ ഉദ്യോഗത്തിലിരുന്ന ഷാരൂഖ് ഖാൻ്റെ ക്യാരക്ടർ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതും അവിടെ നടക്കുന്ന കാഴ്ചകൾ കണ്ട് അദ്ദേഹത്തിന് ഒരു മനംമാറ്റം ഉണ്ടാവുന്നൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതിൽ ഒരുപാട് സീനുകളുണ്ട് നമുക്ക് മനസ്സിന് വല്ലാതെ വിഷമം തോന്നുന്ന. ഈ അമ്മ ഷാരൂഖ് ഖാൻ തേടി വരുന്ന ഈ വളർത്തമ്മ തന്നെയാണ് ഇത്. ഈ നമ്മളെ ഇന്ത്യനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ഇത്രയും ഉന്നതിയിലിരിക്കുന്ന ഒരാൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടി ഷാരൂഖ് ഖാനെ ഒരു കാരണം പറഞ്ഞ് വിടുന്നത്. അപ്പോൾ അവിടെ ആ പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ നമുക്ക് പോലും മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്. നമ്മൾ ആ ട്രെയിനിലൂടെ വരുമ്പോൾ വെള്ളം വിൽക്കുന്ന ഒരു കുട്ടി, കുറച്ച് ചെറിയ ചില്ലറ കാശിന് വേണ്ടി വെള്ളം വിൽക്കാൻ നടക്കുന്ന ഒരു കുട്ടി, അതേപോലെ തന്നെ ഓരോ ഗ്രാമത്തിലെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥകൾ ഇതെല്ലാം കാണുമ്പോൾ അയാൾക്ക് മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടാകും. അയാൾ ഇന്ത്യയിൽ തന്നെ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഉച്ചനീചത്വം ജാതിയുടെ പേരിലുള്ള ഈ ചെറിയ താഴ്ന്ന ജാതിയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കൊടുക്കാത്തതും അവർക്കതിന് കഴിയാത്തതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ഈ സിനിമയിൽ അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗീത എന്ന് പറഞ്ഞ ഒരു ലേഡിയായിട്ടാണ് നമ്മൾ ഈ ഗായത്രി ജോഷിനെ കാണുന്നത്. അവരാദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. പക്ഷേ അവരത് വളരെ രസകരമായിട്ട് തന്നെ ഷാരൂഖ് ഖാനോടൊപ്പം നിന്ന് അവർ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗീത ഈ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കുന്നതും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഈ ഷാരൂഖ് ഖാൻ്റെ ക്യാരക്ടറും ഇംപ്രസ്ഡ് ആവുകയാണ്. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അറിവ് ഉപയോഗിച്ച് അവിടെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരുന്ന അങ്ങനെ ഒരുപാട് നല്ല സീനുകൾ ഈ സിനിമ ഒരുപാട് നിരൂപക പ്രശംസ നേടി. ഗായത്രി ജോഷിക്ക് അവരുടെ ആദ്യ സിനിമയിലുള്ള അഭിനയത്തിന് തന്നെ ഒരുപാട് അവാർഡുകളും അവർ ഈ സിനിമയിലൂടെ നേടി. പക്ഷേ അവർ ഈ ഒരു സിനിമയോടുകൂടി അഭിനയം നിർത്തുകയാണ് ചെയ്തത്. 2005 അവർ വികാസ് ഒബ്രോയി എന്ന് പറയുന്ന ഒരു റിയൽറ്റി ബിസിനസ്മാനെ കല്യാണം കഴിക്കുകയും അവർ സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്തു. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ രസകരമായിട്ട് തന്നെ അവർ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോളിവുഡിൽ അവർ നല്ല പേരും എടുത്തു. ഒരുപാട് വമ്പൻ പ്രോജക്റ്റുകൾ അവരെ തേടി വന്നു. പക്ഷേ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അവർ വിവാഹം തിരഞ്ഞെടുക്കുകയും വിവാഹ ജീവിതത്തിലൂടെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അവരിന്ന് ഇന്ത്യയിലെ അതിസമ്പന്നരിൽ ഒരാളാണ്. അവരുടെ ഭർത്താവായ വികാസ് ഒബ്രോയിയുടെ ഒബ്രോയ് റിയാലിറ്റി ഇവിടെ ഇന്ത്യയിൽ കോടീശ്വരന്മാരുടെ പട്ടികയിൽ 58ാം സ്ഥാനത്താണുള്ളത്. ഈ ബോളിവുഡിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഷാരൂഖ് ഖാൻ പോലും 100ൽ താഴെയാണ് സ്ഥാനം. അതുപോലെ ഇവരുടെ റിയൽറ്റി എസ്റ്റേറ്റ് സംരംഭകരിൽ ഇവർ ഇന്ത്യയിൽ 4ാം സ്ഥാനമാണ്. മുകേഷ് അംബാനിയും ഗൗതം അദാനിയാണ് 1, 2 സ്ഥാനത്തുള്ളത്. ഇതൊക്കെ അറിയുമ്പോഴാണ് ഇവർ ഏത് നിലയിലാണ് ജീവിക്കുന്നത്. ബോംബെയിൽ അത്യാഡംബര രീതിയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. മുംബൈയിലെ അതിസമ്പന്നർ താമസിക്കുന്ന 360 വെസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം ഈ ഒബ്രോയ് റിയാലിറ്റി നിർമ്മിച്ചാണ്. ഒരു ഫ്ലാറ്റിന് തന്നെ 400 കോടിയാണ് വില. അതുപോലെ തന്നെ വലിയ ഹോട്ടൽ സമുച്ചയങ്ങൾ, അങ്ങനെ ഒരുപാട് ആസ്തികളുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപയാണ് ഇപ്പോൾ ഈ ഗായത്രി ജോഷി എന്ന് പറയുന്നത്. അവരവരുടെ ഭർത്താവിനോടൊപ്പം അവരിപ്പോൾ ഗ്ലാമർ ലോകത്ത് നിന്ന് അവർ പിന്മാറിയെങ്കിൽ അവരുടെ ഭർത്താവിനോടൊപ്പം കോർപ്പറേറ്റ് ലോകത്ത് അവർ ഒരു രാജ്ഞിയായി തന്നെ വിഹരിക്കുകയാണെന്ന് പറയാം. അത്രയും ആഡംബരപൂർവ്വമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഇപ്പോൾ അവരുടെ ഒരു സ്ഥാനമുള്ളത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് അവരൊരു വീഡിയോ ജോക്കിയായിരുന്നു. പിന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ പരസ്യത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പോൺസ്, സൺസിൽക്ക്, LG അങ്ങനെയുള്ള പരസ്യങ്ങളിലുണ്ടായിരുന്നു. ഷാരൂഖ് ഖാൻ്റെ കൂടെ ഹ്യുണ്ടായിലും അവർ പരസ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ബിസിനസ്സിൽ വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നു. 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. ഭർത്താവിനോടൊപ്പം അവരൊരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപയായി അതിൽ ശക്തമായ ഒരു സാന്നിധ്യമായി അവരിപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ഹൈപ്പ് ചെയ്യാനും. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.